പ്രൊജക്ട് ഹെൽമേരി എന്നൊരു മൂവി കണ്ടായിരുന്നു. ഈ സിനിമ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന പ്രൊജക്ട് ഹെൽമേരി എന്ന് പറയുന്ന നോവലിൽ നിന്നാണ്. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നല്ലൊരു കിഡില മൂവി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാം. തിയേറ്റർ എക്സ്പീരിയൻസ് ഓൾസോ ഞാൻ റീസെന്റ് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവി. ഞാൻ ഐമാക്സിലെ കണ്ട ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ അതേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന ഒരു സിനിമയും കൂടിയാണ്. നമ്മൾ ഇൻഡസ്ട്രിയലിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് നമ്മൾ കണ്ണടക്കാതെ കണ്ടുകൊണ്ടിരുന്ന രണ്ട് സീൻ ഉണ്ടല്ലോ, ഒന്നും ആ ഡോക്കിങ്ങിന്റെ സീൻ ഒന്നും ബ്ലാക്ക് ഹോളിൽ കൂടി പോകുന്നത്, അതുപോലത്തെ ഒരു ഭയങ്കര കിഡിലായിട്ടുള്ള ഒരു സീൻ ഈ സിനിമയിലുണ്ട്. ഈ ഒരു സിനിമ കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയൽ പോലെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു സിനിമയൊന്നും അല്ല. ഇതൊരു ഫീൽ ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഏകദേശം സെയിം പോലെ തന്നെയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ സൂര്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെ സേവ് ചെയ്യാനായിട്ട് റാൻ ഗ്ലോസ്ലിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ഗ്രേസും കുറച്ച് സയന്റിസ്റ്റും കൂടി സ്പേസിലോട്ട് പോകും. ആ സ്പേസിൽ പോകുന്ന ടൈമിൽ ബാക്കിയുള്ള സയന്റിസ്റ്റ് ഒക്കെ മരണപ്പെടും, ഇയാൾ മാത്രമേ സർവൈവ് ചെയ്യത്തുള്ളൂ. സോ റയൻ ഗോസ്ലിൻ ആ ഒരു മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അയാൾ മീറ്റ് ചെയ്യുന്ന ഒരു ഏലിയൻ ഉണ്ട്. സോ പിന്നീട് ഇവർ തമ്മിൽ ടീമപ്പ് ആയിട്ട് ഇവർ ഫേസ് ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി റാൻ ഗ്ലോസ്ലിന്റെ ക്യാരക്ടർ ആയിട്ട് ഗ്രേസും ആ ഒരു ഏലിയനും അവർ തമ്മിലുള്ള ഇമോഷൻസ് ഒക്കെ ഭയങ്കര നൈസ് ആയിട്ടാണ് സിനിമയിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ മാത്രമുള്ള സിനിമയിൽ 90% ഇവരാണ്. ഇടയ്ക്ക് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് മാത്രമേ എർത്തും അവിടുത്തെ ഹ്യൂമൻസിനൊക്കെ കാണിക്കുന്നുള്ളൂ. സിനിമ കംപ്ലീറ്റ്ലി മുന്നോട്ട് കൊണ്ടുവരിക്കുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഗ്രേസ് എന്ന് പറയുന്ന റയൻ ഗോസ്ലിന്റെ ക്യാരക്ടറും ആ ഒരു ഏലിയനും അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും അവർ തമ്മിലുള്ള കെമിസ്ട്രിയും അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസും ആ ഒരു പെർഫോമൻസും എല്ലാം നൈസ് ആയിരുന്നു. ത്രൂ ഔട്ട് ദ മൂവി ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാനായിട്ട്. ഇടയ്ക്ക് കുറച്ച് ത്രില്ലിംഗ് മൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും എൻ്റയർ മൂവി നല്ല ഫീൽ ഗുഡ് ആയിട്ടാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയലിൽ കണ്ട പോലെ ത്രില്ലടിപ്പിക്കുന്ന രണ്ടും സീക്വൻസ് ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ ഒരു സിനിമയുടെ ഒരു പ്രീ ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്, പിന്നീട് എൻഡ് വരെ വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു നോർമൽ തിയേറ്ററിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ OTT ഒക്കെ റിലീസ് ആകുമ്പോൾ ഇരുന്ന് കണ്ടാലും ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഐ എം ഷുവർ ഫോർ ദാറ്റ്. പറ്റുവാണെങ്കിൽ ഐമാക്സ് തന്നെ പോയി കണ്ടു നോക്കുക മോനെ. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ്. എസ്പെഷ്യലി ഒരു പ്ലാനറ്റിൽ പോകുന്ന ഒരു സീനുണ്ട്, എന്റെ മോനെ ആ സ്ക്രീന് മുഴുവനായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു ഈ സിനിമയിൽ. ആൻഡ് അതിനുശേഷം ഒരു നമ്മൾ ഇൻഡസ്ട്രിയൽ കണ്ട പോലെ ഒരു ഡോക്കിംഗ് സീൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഹോളിൽ പോകുന്ന പോലെ ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ട്. ഒരു സർവൈവൽ അല്ലെങ്കിൽ ഒരു എസ്കേപ്പിംഗ് സീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു എൻ്റയർ മൂവിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീൻ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഒരു സീനായിരുന്നു. അതിന്റെ എക്സിക്യൂഷനും വിഷ്വൽസും ഓഡിയോയും പെർഫോമൻസ് എല്ലാം കിഡിലായിരുന്നു. CG സിനിമയിൽ വളരെ കുറവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഏലിയന്റെയോ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് സീനിലൊക്കെയാണ് ഇവർ CG യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം റിയൽ ആണ്. ലൈക്ക് ആ ഒരു സ്പേസ് ഷിപ്പ് ആയാലും ബാക്കിയെല്ലാം ഇവർ സെറ്റ് ഇട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. കാരണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇതൊരു പക്ക CG ആയിട്ട് ഇവിടെ എനിക്ക് തോന്നിയില്ല. CG യൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല, പല ഏരിയാസിലും ചെറുതായിട്ട് വന്നിട്ടുള്ളൂ. കാരണം എൻ്റയർലി ആ ഒരു മൂവി ഒരു റിയൽ ആയിട്ട് തന്നെ സെറ്റ് ഇട്ട് അല്ലെങ്കിൽ റിയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത്ര കിടലായിരുന്നു. എസ്പെഷ്യലി ഈ രണ്ട് സ്പേസ് ഷിപ്സ് ഉണ്ട്, അതായത് ഹ്യൂമൻ പോകുന്ന സ്പേസ് ഷിപ്പ് ഉണ്ട്, ഒരു ഏലിയൻ വരുന്ന സ്പേസ് ഷിപ്പ് ഉണ്ട്. ഞാൻ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഏലിയൻ സ്പേസ് ഷിപ്പിനും കണ്ടിട്ടില്ല. അറേവലിലാണ് ആ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ് കുറച്ച് വേറെ ഡിഫറെന്റ് മോഡലിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വന്നപ്പോൾ കോൺസെപ്റ്റും ആ ഒരു ഡിസൈൻ ഒക്കെ നല്ല ഡിഫറെന്റ് ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു അടിപൊളിയായിരുന്നു ആ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ്. ആൻഡ് ആ ഒരു എർത്ത് എന്ന് പറയുന്ന സ്പേസ് ഷിപ്പിന്റെ ഡിസൈൻ കുറച്ച് നൈസ് ആയിരുന്നു. നമ്മൾ ഇൻഡസ്ട്രിയൽ ആ ഒരു സ്പേസ് ഷിപ്പിന്റെ ഏകദേശം ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു അതിന്. ഈ ഒരു സിനിമയുടെ ഒരു കുറച്ച് മേജർ സീക്വൻസ് ഒക്കെ ആ ഒരു സ്പേസ് ഷിപ്പിന്റെ അതാണ്. അതിന്റെ ഒരു ആർട്ടും ആ ഡിസൈനും ഒക്കെ അടിപൊളിയായിരുന്നു. അത് CG അല്ല, അത് ക്രിയേറ്റ് ചെയ്തെടുത്താണ് അവർ. അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പല ഏരിയാസിലും. ഒരു ചെറിയൊരു പോർഷൻ മാത്രമല്ല കാണിച്ചിരിക്കുന്നത്, ആ ഒരു ഫുൾ സ്പേസ് ഷിപ്പ് തന്നെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആർട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസൈനിങ്ങും സ്റ്റൈലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഈ ഒരു മൂവിയിൽ ഹൈലൈറ്റ് എന്ന് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിന്റെ ടെക്നിക്കൽ സൈഡ്. ടോപ്പ് നോച്ച് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫിയിലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും സൗണ്ട് ആയാലും എല്ലാം ലൈക്ക് A to Z വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി. ഈ മൂവിയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഡ്യൂണിന്റെ സിനിമാറ്റോഗ്രാഫർ ആണ്. കിഡിലൻ വിഷ്വൽസ് ആയിരുന്നു. ഓരോ ഫ്രെയിംസും മോനെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എസ്പെഷ്യലി സ്പേസിൽ വരുന്ന കുറെ ഫ്രെയിംസ് ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗും സൗണ്ടും കളറിംഗും എല്ലാം കിടിലായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ വരുന്ന ഏലിയന്റെ ഡിസൈൻ. അത് ഭയങ്കര കിടിലായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഏലിയൻ വന്നിട്ടില്ല. നമ്മളെ കോയിമിൽക്കയിലെ ആ ജാദു അല്ലെങ്കിൽ നമ്മളെ ഈറ്റിലെ ഏലിയൻ അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഏലിയൻ ആണ്. അവനെ കാണുമ്പോൾ നമുക്ക് ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് അതിനോട് തോന്നുന്നുണ്ട്. ചെറിയൊരു കുട്ടിയാണെന്നൊക്കെ തോന്നുന്നു. അങ്ങനത്തെ ഒരു നൈസ് ഡിസൈൻ ആയിരുന്നു അതിന്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സൈഫൈ സ്പേസ് മൂവിലുള്ള അതേ ടെംപ്ലേറ്റ് തന്നെയാണ് സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ട് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു സിനിമയെ സ്പെഷ്യൽ ആക്കുന്നതിന്റെ റൈറ്റിംഗ് ആണ്. ഒരു മിഷൻ ഉണ്ട്, ആ ഒരു മിഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സിനിമ. പക്ഷെ അതിന്റെ പാരലി കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സും അവർ തമ്മിലുള്ള ഇമോഷൻസും. സോ ആ ഒരു ഇമോഷണൽ കണക്ഷനും ആ ഒരു മിഷനും ഈ രണ്ട് കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നടക്കുന്ന കുറെ ഇവന്റ്സും അതൊക്കെ ഭയങ്കര നൈസ് ആയിട്ടാണ് സിനിമയിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് സിനിമ കാണാനായിട്ട്. 2-2.5 മണിക്കൂറുണ്ട്. ഒരു വലിയ മൂവിയാണ്. പെട്ടെന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. ഓരോ കാര്യങ്ങളും ഭയങ്കര ടൈം എടുത്താണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം ഈ ഒരു സ്പേസിൽ പോകുന്നതായാലും ആ മിഷന്റെ ഡീറ്റെയിൽ ആയാലും അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ആയാലും അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ ഒരു ഏലിയനെ മീറ്റ് ചെയ്യുന്നതും പിന്നീട് ഇവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ അത് ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമും ഇങ്ങനത്തെ ഒരുപാട് ഇവന്റ്സും കാര്യങ്ങളൊക്കെ സിനിമ സംസാരിച്ച് പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഒരു ഏരിയയിൽ പോലും സിനിമ എനിക്ക് ബോറടിച്ചില്ല അല്ലെങ്കിൽ ഒരു സീന് പോലും വേണ്ടാന്ന് തോന്നിയില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഭയങ്കര നൈസ് ആയിരുന്നു സിനിമ കാണാനായിട്ട്. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ആയാലും പ്രസന്റേഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും വിഷ്വൽസ് ആയാലും എല്ലാം കിടിലായിരുന്നു.
അതിന്റെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടി ഈ ഒരു സിനിമയിലുണ്ട്, ഇമോഷണൽ കണക്ഷൻ. ആ ഒരു ഏലിയനും ഹ്യൂമനും അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും അവർ തമ്മിലുള്ള കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ഫീലിംഗ്സും അതൊക്കെ ഭയങ്കര നൈസ് ആയിട്ടാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സിനിമ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയലാറിന്റെ ഒരു ഫീൽ ഗുഡ് വെർഷൻ, അതിലൊരു ഏലിയൻ ഉണ്ട്. ആ ഒരു വൈബാണ് സിനിമ. ഇൻഡസ്ട്രിയലാർ എങ്ങനെയാണോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണോ, അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പല ഏരിയാസിൽ, ഇൻക്ലൂഡിങ് ആ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിക്കോട്ടെ, ആ ഒരു പ്രസന്റേഷൻ ആയിക്കോട്ടെ, മേക്കിംഗ് ആയിക്കോട്ടെ, എല്ലാം ലൈക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സിനിമ സമ്മാനിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി വിഷ്വൽ ഞാനത് എടുത്തെടുത്ത് പറയണ കാരണം എനിക്കൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ് തന്നെ ആയിരുന്നു ആ ഒരു ഐമാക്സ് എക്സ്പീരിയൻസ്. കാരണം ആ ഒരു ഫുൾ സ്ക്രീനിൽ ആ ഒരു ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ഒരു വിഷ്വലും സൗണ്ടും ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ബ്ലാക്ക് ബാർ വരുന്നുണ്ട്, ലൈക്ക് നമ്മൾ എർത്തിലെ വിഷ്വൽസ് ഒക്കെ കാണിക്കുമ്പോൾ താഴെ മേളിലും ബ്ലാക്ക് ബാർ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്പേസിലെ സീക്വൻസ് ഒക്കെ വരുമ്പോൾ ഫുൾ സ്ക്രീൻ ആ ഒരു ആസ്പെക്ട് റേഷ്യോ മാറുന്നുണ്ട്. എർത്തിലെ സീക്വൻസ് ഒക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് സ്പേസിലോട്ട് വരുമ്പോൾ ആ ഒരു ആസ്പെക്ട് റേഷ്യോ ഇങ്ങനെ മാറിയ ഫുൾ സ്ക്രീനിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അത് കിഡിലായിരുന്നു. ഇൻഡസ്ട്രിയലാർ പോലത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ ആ ഒരു സിനിമയെ പോലെ കംപ്ലീറ്റ്ലി ഭയങ്കര ഒരു എൻഗേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് സിറ്റുവേഷനിലല്ല സിനിമ പോകുന്നത്. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് ഭയങ്കര വൈബാണ് സിനിമ കാണാനായിട്ട്. കുറച്ച് എൻഗേജിംഗ് സീക്വൻസ്, കുറച്ച് സീരിയസ് സിറ്റുവേഷൻസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ വരുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി മൂവി ഭയങ്കര വൈബാണ്, ഒരു ഫീൽ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വർക്ക് ആവും. ലൈക്ക് അത് ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും, ഫാമിലി ആയിട്ട് പോയാലും, കുട്ടികളായിട്ട് പോയാലും, എങ്ങനെ പോയാലും നല്ല രീതിക്ക് വർക്ക് ആവുന്ന നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഏലിയൻ ഹ്യൂമൻ റിലേഷൻ സംസാരിക്കുന്ന സിനിമയാണ്. എനിക്ക് ഭയങ്കര സിനിമ ഇഷ്ടപ്പെട്ടു. അതും ഐമാക്സിൽ കൂടി കണ്ടുകൊണ്ട് ആ ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇൻഡസ്ട്രിയലിന് ശേഷം ഒരുപാട് ഐമാക്സ് മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിൽ കാണുമ്പോൾ നമുക്ക് കിട്ടിയ അതേ ഒരു വൈബ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയായിരുന്നു. ഐമാക്സിൽ വെർത്തായിരുന്നു സിനിമ. പല മൂവീസും ഐമാക്സിൽ കണ്ടിട്ട് ഓക്കെ ഇത് നോർമൽ സ്ക്രീനിൽ കണ്ടാലും മതിയായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് ഐമാക്സിൽ കണ്ടപ്പോൾ വെർത്ത് എന്ന് പറഞ്ഞാൽ അമ്മൊരു വെർത്തായിരുന്നു. ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു എക്സ്പീരിയൻസ്. നിങ്ങളുടെ അടുത്ത ഐമാക്സ് തിയേറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഐമാക്സ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നോർമൽ സ്ക്രീൻസിൽ എക്സ്പീരിയൻസ് ചെയ്ത ചില സീക്വൻസ് ഒക്കെ ആ ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ വേറെ രണ്ടും ഫോർമാറ്റ്സ് ഉണ്ട്, അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല പറഞ്ഞു തരാനായിട്ട്. അതുകൊണ്ട് ഞാനത് നോക്കിയിട്ടാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. പക്ഷെ ഐമാക്സിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു മൂവിയുടെ വിഷ്വൽ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. സോ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.